ഞാൻ തിരുവനന്തപുരം കോളേജ് ഫൈനാൻസിൽ ആദ്യ ബാച്ച് ഡിഗ്രി വിദ്യാർത്ഥിയായി. ആദ്യ ബാച്ചിൽ നിന്ന് കോളേജ് തുടങ്ങി ഡിഗ്രി ബാച്ച് ഞങ്ങൾക്കായിരുന്നു ആദ്യം. അപ്പം ഞാൻ ശരിക്കും പഠിച്ചിരുന്നത് അപ്ലൈഡ് ആർട്ടാണ്. എന്നിട്ട് ഞാൻ ദൂരദർശനിൽ കയറി. ദൂരദർശനിൽ വേറെ ഒന്നായിരുന്നു, ഗ്രാഫിക് ആർട്സ് എന്നുള്ള കോഴ്സിൽ. പക്ഷെ അത് അവിടെയും പഠിച്ചിരുന്നതിനും വ്യത്യസ്തമായിരുന്നു. അവിടെ കലിഗ്രാഫി ഒക്കെ ചെയ്ത അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായാലും റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് എന്തായാലും നമുക്കറിയാവുന്നൊരു സംഭവമാണിത്. ഇത് പഠിച്ചില്ലെങ്കിലും നമ്മൾ ബേസിക്കായിട്ടൊരു പഠിച്ചിട്ടുണ്ട്, ചിത്രകല, പെയിൻറ്റിങ്സ്. അപ്പോൾ അതിൽ ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, അത് AJ ഭദ്രൻ, അദ്ദേഹം പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ എന്നോടും പറഞ്ഞു, ശ്രീ കാനായി കുഞ്ഞിരാമൻ നമ്മുടെ ഗുരുവായിരുന്നു, അദ്ദേഹത്തിന് എപ്പോഴും നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ പെയിൻറ്റിങ്സ് ചെയ്യാമെന്ന്. അവിടെ നിന്നാണ് ഞാൻ പെയിൻറ്റിങ്സ് തുടങ്ങി. പെയിൻറ്റിങ്സ് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ കുറേ പെയിൻറ്റിങ്സ് ചെയ്ത് എക്സിബിഷൻ നടത്തി. അനന്തഭദ്രം എന്ന പേരിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായി. ചെയ്യാറുണ്ടായിരുന്നു ദൂരദർശനിലുണ്ടായിരുന്നപ്പോഴേ? ഇല്ല. ദൂരദർശനിലുണ്ടായിരുന്നു ഒരു പെയിൻറ്റിങ് പോലും ചെയ്തില്ല. അപ്പോൾ അവിടെ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു 10-40 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി, ഒന്നും ചെയ്യാതെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 40 വർഷത്തിന് ശേഷമാണ് വീണ്ടും പെയിൻറ്റിങ് തുടങ്ങിയത്. ഇതൊരു വലിയ ക്യാൻവാസിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? വലിയ ക്യാൻവാസിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. കാര്യം ചെറിയ 4x3 അങ്ങനെയൊക്കെയുള്ള സൈസും ചെറുതുമൊക്കെ ചെയ്തിരുന്നു. ഈ സൈസ് എത്ര? ഇത് 5x10. 5x10. അപ്പോൾ ഞാനൊരു വലിയ ക്യാൻവാസ് ചെയ്തിട്ട് അതിൽ വീട്ടിൻ്റെ ഒരു ഭിത്തിയിൽ തൂക്കിയിട്ട് വരച്ച് നോക്കി. അപ്പോൾ അത് കൊള്ളാം, കാര്യം വലിയ ബ്രഷ് വെച്ചൊക്കെ വരയ്ക്കാൻ പറ്റും. വളരെ കൗതുകമായിട്ട് തോന്നി. കാര്യം അങ്ങനെ ഇനിയിപ്പം വലിയ പെയിൻറ്റിങ്സിലേക്ക് തന്നെ തിരിയും. അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ചോദിച്ചത് മോള് വരയ്ക്കുന്ന കൂട്ടം. അതോടൊപ്പം തന്നെ ഞാൻ ഈ പെയിൻറ്റിങ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൊച്ചുമകൾ, അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് കൊച്ചുമോൾക്ക് ഒരു 3 വയസ്സുള്ളപ്പോൾ തന്നെ അത് വരയ്ക്കാനുള്ള കാണിച്ചു. പക്ഷേ അങ്ങനെ ഇത്രയും എത്തുമെന്ന് ഞാൻ മേടിച്ചില്ല. 4 വയസ്സൊക്കെ ആയപ്പോൾ അത് ഞാൻ ക്യാൻവാസ് വാങ്ങിച്ചു കൊടുത്തു, അതിനെ കൊണ്ട് വരച്ചു. അപ്പം അതിന് നോക്കിയപ്പോൾ വരയ്ക്കാൻ പറ്റുന്നുണ്ട് കുഞ്ഞിന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ക്യാൻവാസ് മേടിച്ചു കൊടുത്ത് ഒന്നുകൂടെ പരീക്ഷിച്ചു. അപ്പോൾ വരയ്ക്കുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ് അടുത്ത എക്സിബിഷൻ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് 6 പേരും എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഭദ്രൻ, പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബൈജു എഞ്ചിനീയറിംഗിൽ, ഇപ്പോൾ ആകാശവാണിയിലാണ് അദ്ദേഹം, പിന്നെ ആൻ്റണി രാജു എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് രാമൻകുട്ടി സാറ്, നമ്മുടെ പഴയ അച്യുതൻ മേനോൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ. കാര്യം അദ്ദേഹമാണ് കോളേജ് തിരുവനന്തപുരത്ത് തന്നെ കേരളത്തിൽ ആദ്യമായിട്ടൊരു കോളേജ് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹവും പിന്നെ ഗംഗാ നായർ എങ്ങും പഠിച്ചില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരും കൂടെ ഞങ്ങളൊരു പെയിൻറ്റിങ് എക്സിബിഷൻ. അപ്പോൾ ബൈജുവിനെ സംബന്ധിച്ച് ബൈജു നേരത്തെ കുറേ പെയിൻറ്റിങ് ചെയ്തതായിട്ട് എനിക്കറിയാം. കാര്യം അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് വെച്ചാൽ അത്രയും നല്ലതായിട്ട് ചെയ്യുന്ന കാര്യം മറ്റൊരു ഇതിരുന്നിട്ട് ഇത്രയും പെയിൻറ്റിങ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് കാര്യം അദ്ദേഹത്തെ അതെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് വന്നത്. ഇപ്പോൾ അനന്തഭദ്രത്തിൻ്റെ 3ാമത്തെ എഡിഷനാണ്. അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് വളരെ ഓരോ വ്യക്തിപരമാണ്. ഓരോ വ്യക്തിയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് പല തരത്തിലായിരിക്കും. എങ്കിലും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ഉണ്ട്. ചിന്താശകലങ്ങൾ,
റിയൽ ആയിട്ടുള്ള നമ്മളുടെ ഇത് വരുമ്പോൾ സിറ്റുവേഷൻസ് അതിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു സർറിയലായിട്ടുള്ള ഒരു തലത്തിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ നാച്ചുറലായിട്ട് അതിൻ്റെ ഒരു യാത്ര. അപ്പോൾ റിയലും സർറിയലുമായിട്ടുള്ള രൂപങ്ങൾ തമ്മിലുള്ള ഒരു സംവേദനം ഇതൊക്കെ നാച്ചുറലായിട്ട് അതിനുള്ളിൽ വരും. സാർ പഠിച്ചിട്ടുണ്ടോ സാർ ബേസിക്കായിട്ട്? ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഞാനൊരു ബേസിക്കലി സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ് ആണെങ്കിലും പിന്നീട് ഡൽഹിയിൽ ഗുവാഹട്ടിയിൽ ഒക്കെ ആർട്ട് സ്കൂളിൽ ചേർന്ന് പിന്നീട് പഠിച്ചു. അങ്ങനെ കല എന്ന് പറയുന്നത് ഓരോ വ്യക്തിപരമാണ്, ഓരോ വ്യക്തിയുടെയും ഫിലോസഫിയാണ്. ആർട്ടെന്ന് പറയുന്നത് ഒരു ആളിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഫിലോസഫിയും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റും കൂടെ ചേർന്നതാണ്. അത് ഇങ്ങനെ വേണം എന്ന യാതൊരു നിയമവുമില്ല. ഓരോ വ്യക്തിയും ആ വ്യക്തിക്ക് അനുസരിച്ച് ആ വ്യക്തിയുടെ അഭിരുചി അനുസരിച്ച് അദ്ദേഹത്തിന് നല്ലത് തോന്നുന്ന അനുസരിച്ച് ചെയ്യാം. ഈ പടത്തിലാണ് സാർ ഉദ്ദേശം? ഈ പടം ഉദ്ദേശിക്കുന്നത് പടത്തിൻ്റെ ഈ പടം പലപ്പോഴും പടം ആസ്വദിക്കുക എന്ന് പറയുന്നത് അത് ആസ്വദിക്കുന്ന ആളിന് തോന്നുന്ന രീതിയിൽ കൂടെ വേണം നമുക്കത് ആസ്വദിക്കാൻ. അപ്പോൾ അത് ഒരു പേര് എന്ന് പറയുന്ന ഒരു ലീഡാണ്. സിമിട്രി എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിമിട്രി എന്ന് പറഞ്ഞൊരു ബാലൻസ്. അതിപ്പോൾ അത് നോക്കുമ്പോൾ ക്രമേണ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് എന്താണ് ബാലൻസ്? അപ്പോൾ പ്രകൃതിയുടെ ഒരു നിയമമാണ് ബാലൻസ്. ആ ബാലൻസിലേക്ക് ഇക്വിലിബ്രിയത്തിലേക്ക് വരുവാനുള്ള ഒരു പാത്ത് ചിലപ്പോൾ യുദ്ധമാവാം, സമാധാനമാവാം, ഇൻറ്റേർണൽ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന യുദ്ധങ്ങളാവാം, ഇങ്ങനെ എന്തുമാവാം. അപ്പോൾ ഇതിൻ്റെ അനന്തരഫലമായിട്ട് ഒരു ഇക്വിലിബ്രിയം, ഒരു ബാലൻസിലേക്ക് വരുന്ന ജീവിതം തുടർന്നു പോകും. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിൽ എത്തുവാൻ വേണ്ടി ചിലപ്പോൾ യുദ്ധങ്ങളായിരിക്കും നടക്കുന്നത്. കറക്റ്റ്. ചിലപ്പോൾ അത് ഏത് ഗ്രൂപ്പിൽ നോക്കിയാലും മനുഷ്യൻ്റെ മൃഗങ്ങൾ എന്ത് നോക്കിയാലും ഇവിടെ എല്ലാം ഈ യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധത്തിൻ്റെ അവസാനം ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ക്രമേണ ഈ ലോകത്തെ മുമ്പോട്ട് നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജനറലായിട്ട് ആലോചിക്കാൻ വേണ്ടിയുള്ള ആലോചിച്ച് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ട് വരച്ച ഒരു ചിത്രമാണ്. അത് ആസ്വാദകന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് കാണാം. അവരുടേതായ രീതിയിൽ ഇതിൻ്റെ ബാലൻസോ ഇക്വിലിബ്രിയമോ അല്ലെങ്കിൽ രീതിയിൽ കാണാവുന്നതാണ്. അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് വളരെ ഓരോ വ്യക്തിപരമാണ്. ഓരോ വ്യക്തിയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് പല തരത്തിലായിരിക്കും. എങ്കിലും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ഉണ്ട്. ചിന്താശകലങ്ങൾ